തർക്കമോ വിമർശനമോ ഉന്നയിക്കുന്ന ഒരു സമയമല്ല ഇത്. നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്റെ ജ്യേഷ്ഠനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ജീവന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരൂ എന്ന് അദ്ദേഹം വളരെ വൈകാരികമായാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നത്. എന്നാലും അദ്ദേഹം ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം മറ്റു ബന്ധുക്കളുണ്ട്, ജിതിനുണ്ട്, ഇവരൊക്കെ ഈ പ്രദേശത്തുണ്ട്. എന്തായാലും അതാ JCB കൃത്യമായി അതിന്റെ ആ മലയുടെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ലോറി ഉണ്ടെന്ന് കൃത്യമായി മാർക്ക് ചെയ്ത റഡാർ സിഗ്നൽ മാർക്ക് ചെയ്ത തന്റെ ആഴത്തിൽ ഒരു JCB, ഒപ്പം ഈ സൈഡിൽ നിന്നുള്ള മണ്ണ് അത് മാറ്റുന്ന മറ്റൊരു JCB നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ. ഏത് സമയത്തും ആ ലോറിയുടെ ആ ഒരു ഭാഗം കണ്ടെത്താം. അർജുന്റെ ഒരു ഹൃദയമിടിപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജീവനോടെ തന്നെ അർജുൻ തിരിച്ചു വരും എന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. നമ്മൾ ഏവരും കാത്തു നിൽക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. തീർച്ചയായും അർജുൻ ജീവനോടെ മടങ്ങിയെത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ലൊക്കേഷൻ അടയാളപ്പെടുത്തിയ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ലോറിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ലോറിക്കകത്താണ് അർജുൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷനിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ISROയുടെ സഹായം അടക്കം കർണാടക സർക്കാർ തേടുകയും ചെയ്തിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സഹായം തേടിയത് എന്നുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ISROയുടെ സഹായം ലഭിക്കും എന്ന ഉറപ്പും തിരിച്ച് കിട്ടിയതായാണ് വിവരം. അതേസമയം ഈ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമാകാൻ കരസേന യൂണിറ്റ് എത്തുന്നുണ്ട്. 40 അംഗ സംഘം ആണ് ബൽഗാമിൽ നിന്ന് എത്തുന്നത്. 11 മണിയോടുകൂടി ഈ സംഘം എത്തും എന്നുള്ളതാണ്. പക്ഷേ ഓരോ മിനിറ്റുകളും ഓരോ നിമിഷവും ഈ രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദിവസങ്ങളായി തുടരുന്ന തെരച്ചിൽ ആണ്. തുടക്കത്തിൽ വലിയ വിമർശനം ആയിരുന്നു ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിട്ടത്. ഒരു ഘട്ടത്തിൽ തെരച്ചിൽ അവസാനിപ്പിച്ച് നേരത്തെ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണം ചിലരുടെ കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. അതിനുശേഷം മറ്റാരും കുടുങ്ങിക്കിടന്നതായോ ഒന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നത്. അർജുൻ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണിനടിയിലാണ് എന്ന പരാതികൾ ഉയരുന്നു. സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു. അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ കൂടുതൽ സമയോചിതമായ ഇടപെടലിലേക്ക് കടക്കുന്നു. തുടക്കത്തിലെ പാളിച്ചകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതിൽ മാധ്യമങ്ങളടക്കം നിരന്തരമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മലയാളി അവിടെ കുടുങ്ങി എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ന്യൂസ് 18 വാർത്താ സംഘം അവിടെ വളരെ നേരത്തെ തന്നെ എത്തുകയും ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ അർജുനെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ 11 മണിക്ക് കരസേന അംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ലോറിയിലേക്ക് എത്താൻ, ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ രക്ഷാദൗത്യ സംഘത്തിന് സാധിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്നലെ വൈകിട്ട് 9 മണിക്ക് മുമ്പ് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി ദുർഘടമായ സാഹചര്യമായിരുന്നു. അതോടൊപ്പം കനത്ത മഴയാണ് ഇന്നലെ പെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ മണ്ണിടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, ഈ മഴയോടുകൂടി ചെളിമണ്ണാണ്. ആ മണ്ണിലേക്ക് കൂടുതൽ JCBകൾ തുടക്കത്തിൽ എത്തിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. അവിടേക്ക് വാഹനങ്ങൾ എത്തിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ തുടക്കത്തിൽ വൈകിയെങ്കിലും പിന്നീട് ഉണർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. കൂടുതൽ JCB എത്തിക്കാൻ സാധിക്കുന്നു. മണ്ണ് വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ഇനിയുള്ള ഓരോ മിനിറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ബൈജു, അപ്പോഴും ഈ മഴ പെയ്താൽ വീണ്ടും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് കഴിയുന്നത്ര വേഗത്തിൽ കഴിയുന്നത്ര ഈ രക്ഷാപ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ?
ಈ ಭಾಗದಲ್ಲಿ ಮಣ್ಣು ಜರಿತಾ ಇರುವಂತದ್ದು ಮಳೆ ಹೆಚ್ಚಾದ್ರೆ ಸಾಕಷ್ಟು ಪ್ರಮಾಣದಲ್ಲಿ അഭിലാഷ് വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. വെയിൽ വന്ന കാലാവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലും അഭിലാഷ് അതിനു മുമ്പ് ഇതാ ഈ ദൃശ്യം ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യം ഇതാണ് ആ ലോറി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി കണ്ടെത്തിയ പ്രദേശം. അവിടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു 6 JCBകൾ കൃത്യമായി ഇവിടെ മണ്ണെടുക്കുന്നത്. ഇതാ ഇവിടെയാണ് ഇപ്പോൾ ലോറി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്, മണ്ണിന്റെ അടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അർജുനുമായുള്ള ലോറിയുള്ള കൃത്യമായ സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഈ സ്ഥലത്താണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന് തൊട്ട് സമീപത്തായി മറ്റ് 2 വാഹനങ്ങൾ കൂടിയുണ്ട്. ആ വാഹനങ്ങൾ കൂടി ചെറിയ വാഹനങ്ങളാണ്. പക്ഷേ ഈ അർജുന്റെ സഞ്ചരിച്ച വാഹനം കൃത്യമായും അത് ഇത്തരത്തിൽ റഡാറിൽ കണ്ടെത്തിയിരുന്നു. അത് വലിയ എഞ്ചിനായിരുന്നു. 70% ഉള്ള ആ എഞ്ചിൻ കൃത്യമായ റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സ്ഥലത്തുള്ള ഇത്തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മറ്റൊരു കാര്യം ഈ പുഴയാണ്. ഇതിന് സമീപത്തായുള്ള ഈ പുഴയിലായിരുന്നു ഇന്നലെ വലിയ തോതിൽ മണ്ണും ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ സാഹചര്യം. അതൊക്കെ നീക്കം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം. ഈ പുഴയിലാണ് ഇത്തരത്തിൽ നിരവധി പേർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കിനി ഈ കടയുള്ള ഒരു സ്ഥലം കൂടി നമുക്ക് കൃത്യമായി കാണാം. ഇവിടെയാണ്, ഇവിടെ മാറിയാണ് ഈ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലൊരു കട ഉണ്ടായ സ്ഥലം. ഈ സ്ഥലം അവിടെ ഇപ്പോൾ നമുക്ക് അത്തരത്തിലൊരു ഭാഗവും കാണാൻ അവിടെ ഒരു വീടും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 7 പേരാണ് ഈ ദുരന്തത്തിൽ അപകടത്തിൽ മരണപ്പെട്ടത്. ലോറി അങ്ങനെയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും ഈ മണ്ണിടിച്ചിലുണ്ടായത്. ആ പ്രദേശത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായി. ആ ദൃശ്യത്തിൽ കാണാം, മലയുടെ മുകൾ ഭാഗം കാണാം. അതിന് കൃത്യമായ ആ ദൃശ്യമാണ് ഈ കാണുന്നത്. ലോറികളൊക്കെ മണ്ണെടുത്ത് പോകുന്നത് ആ ഭാഗങ്ങളിലേക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ദൃശ്യം കാണുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് ഒലിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതൊക്കെ ഒരു ഉറച്ച ഒരു നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാണ്. ഇത് കൃത്യമായി ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഈ തുടക്ക ഭാഗമാണ്. അതായത് ഗോവ ഭാഗത്ത് വരുമ്പോൾ ഈ റോഡിന്റെ തുടക്കം ഉള്ള ഭാഗമാണ്. ഇവിടെ നിന്നും ഇത്രയും ദൂരം, അതായത് ഈ ദൃശ്യം ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം നോക്കിയാൽ മതി. ഈ ഇത്രയും ഭാഗങ്ങളിൽ മണ്ണ് ഇടിച്ചിലുണ്ടായി. ഈ ഭാഗങ്ങൾ എവിടെയാണ് പരിശോധന നടത്തേണ്ടതെന്ന ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എവിടെയാണ് അർജുൻ ഉണ്ടാവുക എന്നത്. അതിനാണ് ഇന്നലെ റഡാറിലൂടെയുള്ള പരിശോധനയിൽ ഇപ്പോൾ കാണുന്ന ഈ പോയിന്റിലാണ് ഇത്തരത്തിൽ ഈ വാഹനം ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് MLA ഈ റോഡ് കൃത്യമായി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്.